ഒരു സാധാരണ പട്ടാളക്കാരനായ ഫ്രാങ്ക് കാസിൽ തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മരണത്തിന് ശേഷം പണിഷർ എന്ന സൂപ്പർ ഹീറോയായി മാറി. പിന്നീട് ഭൂമി അറ്റാക്ക് ചെയ്യാൻ വന്ന താനോസിൻ്റെ കൈകൊണ്ട് മരണപ്പെട്ട് നരകത്തിലേക്ക് ചെന്ന ഫ്രാങ്ക് മെഫിസ്റ്റോയുമായി ഡീൽ നടത്തി ഗോസ്റ്റ് റൈഡറായി മാറുകയും പിന്നീട് ഗലാക്ടസിൻ്റെ ഹെറാൾഡായി സ്ഥാനമേറ്റ് കോസ്മിക് ഗോസ്റ്റ് റൈഡറായി മാറുകയും ചെയ്തു. പക്ഷെ പിന്നീട് താനോസുമായുള്ള ഫൈറ്റിൽ ഗലാക്ടസിനെ കൊന്ന താനോസിനെ തോൽപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് താനോസിൻ്റെ കൂടെ ഗോസ്റ്റ് റൈഡർ ചേർന്ന് താനോസിൻ്റെ വലത് കൈയായി കോസ്മിക് ഗോസ്റ്റ് റൈഡർ മാറിയെങ്കിലും പിന്നീട് ഒരു സാഹചര്യത്തിൽ ഗലാക്ടസിൻ്റെ ഹെറാൾഡായിരുന്ന ഫോളൻ വൺ എന്ന ആളുടെ കയ്യിലുള്ള തോറിൻ്റെ മിയോളിനറിൻ്റെ അടിയേറ്റ് കോസ്മിക് ഗോസ്റ്റ് റൈഡർ അഥവാ ഫ്രാങ്ക് മരണപ്പെട്ടു. പക്ഷേ ചില കാരണങ്ങളാൽ ഫ്രാങ്കിൻ്റെ ആത്മാവിനെ ഓഡിൻ ആസ്ഗാർഡിയൻസിൻ്റെ മരണത്തിന് ശേഷമുള്ള സ്വർഗരാജ്യമെന്നറിയപ്പെടുന്ന വാൽഹാലയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ വാൽഹാലയിൽ ജീവിക്കുവാൻ ഒരിക്കലും ഫ്രാങ്കിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഓഡിൻ നിനക്ക് എന്താണ് ഈ വാൽഹാലയിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതെന്ന് ഫ്രാങ്കിനോട് ചോദിച്ചതും അപ്പോൾ തന്നെ ഫ്രാങ്ക് താൻ മെഫിസ്റ്റോയുമായി ഡീൽ നടത്തി ഗോസ്റ്റ് റൈഡറായി മാറിയതാണെന്നും മാത്രമല്ല താനോസിൻ്റെ വലത് കൈയായി താൻ ജോലി ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെയുള്ള താൻ ഈ വാൽഹാലയിൽ ജീവിക്കുവാൻ എങ്ങനെയാണ് അർഹനാകുന്നതെന്ന് ഓഡിനോട് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഓഡിന് എത്ര പറഞ്ഞാലും ഫ്രാങ്ക് ഒരിക്കലും വാൽഹാലയിൽ സന്തോഷത്തോടെ ജീവിക്കില്ല എന്നും ഇവിടെ വെറുതെ മറ്റുള്ളവരുമായി ഫ്രാങ്ക് അടിപിടിയൊക്കെ ഉണ്ടാക്കുമെന്നും മനസ്സിലാകുകയാണ്. അന്നേരം തന്നെ ഫ്രാങ്കിനോട് നീ ആസ്ഗാർഡിയൻ അല്ലെങ്കിൽ പോലും നല്ലൊരു പോരാളിയാണെന്നും പിന്നെ തൻ്റെ മകനായ തോറിൻ്റെ ഹാമറായ മിയോളിനർ ഉപയോഗിച്ചാണ് ആ ഫോളൻ വൺ നിന്നെ അടിച്ചു കൊന്നതെന്നും ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ നിന്നെ വാൽഹാലയിൽ കൊണ്ടുവന്നതെന്നും പക്ഷെ നിനക്കിവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ ഞാൻ ഇനി നിന്നെ ഒരിക്കലും നിർബന്ധിക്കില്ല എന്നും പറഞ്ഞ് ഓഡിൻ കോസ്മിക് ഗോസ്റ്റ് റൈഡറിൻ്റെ ബൈക്ക് ഓഡിൻ ഫ്രാങ്കിന് നൽകിയിട്ട് ഫ്രാങ്കിനോട് എനിക്ക് നിന്നെ ഏതൊരു സ്ഥലത്തേക്കും സമയത്തിലേക്കും അയക്കുവാൻ സാധിക്കുമെന്നും നിനക്കിഷ്ടമുള്ള സമയത്തിലോ അഥവാ പാസ്റ്റിലോ ഫ്യൂച്ചറിലോ പോയി ഏത് സ്ഥലത്താണ് ജീവിക്കേണ്ടതെന്ന് നിനക്ക് തീരുമാനിക്കാമെന്നും പക്ഷെ നീ തിരിച്ച് ഇവിടുന്ന് ജീവിതത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് നിൻ്റെ ആ കോസ്മിക് പവേഴ്സ് നിനക്ക് തിരിച്ചു നൽകേണ്ടി വരുമെന്ന് ഫ്രാങ്കിനോട് ഓഡിൻ പറഞ്ഞിട്ട് നിനക്കിനി ഇവിടുന്ന് പോകുവാൻ താല്പര്യമുണ്ടോ എന്ന് അവസാനമായി ഓഡിൻ ഇപ്പോൾ ഫ്രാങ്കിനോട് ചോദിച്ചതും താല്പര്യമുണ്ടെന്ന് ഫ്രാങ്ക് ഓഡിനോട് പറഞ്ഞതും അന്നേരം തന്നെ ഫ്രാങ്ക് കോസ്മിക് ഗോസ്റ്റ് റൈഡറായി മാറുകയാണ്. മാത്രമല്ല ഫ്രാങ്കിൻ്റെ ആവശ്യപ്രകാരം ഇപ്പോൾ ഓഡിൻ ഫ്രാങ്കിനെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ കോസ്മിക് ഗോസ്റ്റ് റൈഡർ ചെല്ലുന്നത് താനോസിൻ്റെ പ്ലാനറ്റായിരുന്ന ടൈറ്റനിലേക്കാണ്. അതും താനോസ് കുഞ്ഞായിരിക്കുന്ന സമയത്തിലേക്ക്. ഇപ്പോൾ ഗോസ്റ്റ് റൈഡർ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ബേബി താനോസിനെ കൊന്നുകളയുവാനാണ്. ഈ ബേബി താനോസിനെ കൊന്നാൽ പിന്നെ ഫ്യൂച്ചറിൽ താനോസ് കാരണം ആർക്കും യാതൊരു കുഴപ്പവും വരില്ലല്ലോ. അപ്പോൾ അത് കാരണമാണ് ബേബി താനോസിനെ കൊല്ലാനായി ഗോസ്റ്റ് റൈഡർ ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് തൊട്ടിലിൽ കിടക്കുന്ന ബേബി താനോസിനെ ഫ്രാങ്ക് തൻ്റെ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും താനോസിൻ്റെ കുഞ്ഞുമോന്ത കണ്ടിട്ട് നമ്മുടെ കോസ്മിക് ഗോസ്റ്റ് റൈഡറിന് ബേബി താനോസിനെ കൊല്ലാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ബേബി താനോസ് എൻ്റെ അമ്മ എവിടെയെന്നും പറഞ്ഞ് ഗോസ്റ്റ് റൈഡറിൻ്റെ നെഞ്ചിലേക്ക് തൊട്ടിലിൽ നിന്ന് ചാടിയതും അന്നേരം തന്നെ ഗോസ്റ്റ് റൈഡർ തൻ്റെ കണ്ണിലേക്ക് നോക്കുവാനും നോക്കിയാൽ നിനക്ക് നിൻ്റെ അമ്മയെ കാണുവാൻ സാധിക്കുമെന്ന് ബേബി താനോസിനോട് ഗോസ്റ്റ് റൈഡർ പറഞ്ഞതും അന്നേരം തന്നെ ബേബി താനോസ് ഗോസ്റ്റ് റൈഡറിൻ്റെ കണ്ണിലേക്ക് നോക്കുകയാണ്. അപ്പോൾ തന്നെ ഗോസ്റ്റ് റൈഡർ തൻ്റെ പെനൻസ് സ്റ്റെയർ ബേബി താനോസിൻ്റെ നേരെ ഉപയോഗിച്ച് ബേബി താനോസിനെ കൊല്ലാൻ ഗോസ്റ്റ് റൈഡർ നോക്കുന്നുണ്ടെങ്കിലും ഈ ചെറുപ്രായത്തിൽ യാതൊരു തെറ്റുകളും ബേബി താനോസ് ചെയ്യാത്തതുകൊണ്ട് ബേബി താനോസിനെ പെനൻസ് സ്റ്റെയർ ഉപയോഗിച്ച് കൊല്ലാൻ ഗോസ്റ്റ് റൈഡറിന് സാധിക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ ബേബി താനോസിനെ കൊല്ലാൻ തനിക്ക് സാധിക്കില്ല എന്നും ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവിടെ നിൽക്കുന്ന ഗോസ്റ്റ് റൈഡറിന് ഒരു വഴി ലഭിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ബേബി താനോസ് ഈ ടൈറ്റനിൽ വളരാൻ തുടങ്ങുന്നത് കൊണ്ടാണ് താനോസ് വലിയ പ്രശ്നക്കാരനായി മാറുന്നതെന്നും അതുകൊണ്ട് ബേബി താനോസിനെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയാൽ ചിലപ്പോൾ ബേബി താനോസ് വളർന്ന് നല്ലവനാകുവാൻ ചാൻസ് ഉണ്ടെന്ന് കോസ്മിക് ഗോസ്റ്റ് റൈഡർ കരുതുകയാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് ബേബി താനോസിനെയും എടുത്തുകൊണ്ട് ഗോസ്റ്റ് റൈഡർ ബൈക്കിൽ കയറി എങ്ങോട്ടോ പോവുകയാണ്.